വെൽക്കം ടു എജുവിസ്. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് പ്രോമെട്രിക് എക്സാമിന് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. പ്രോമെട്രിക് അതേപോലെ ഹാദ്, ഷാജ, എമോച്ച് പോലെയുള്ള എക്സാംസിന് സ്ഥിരമായിട്ട് ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ടോപ്പിക്കിന്റെ പേരാണ് ഹാർട്ട് ഫെയിലിയർ. ഹാർട്ട് ഫെയിലിയറിന്റെ പേര് തന്നെയുണ്ട്. എന്താ ഹാർട്ട് ഫെയിലിയർ? അപ്പൊ നമ്മൾ ആദ്യം ഹാർട്ടിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഹാർട്ടിന്റെ ഒരു മേജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഹാർട്ടിൽ വരുന്ന ബ്ലഡിനെ അത് അതിന്റെ ടാർഗറ്റ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് പമ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു മോട്ടോർ പോലെയാണല്ലോ ഹാർട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പം ഹാർട്ടിന്റെ ആ മോട്ടോർ ആക്ടിവിറ്റി ഫെയിലിയർ ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഹാർട്ടിന് എന്ത് ചെയ്യാൻ പറ്റില്ല? പമ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഓർത്തു വെക്കേണ്ട പോയിന്റ്, ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്നത് ഇന്നബിലിറ്റി ടു പമ്പ് adequate blood to systemic and pulmonary circulation. സിസ്റ്റമിക് സർക്കുലേഷനിലേക്കും പൾമണറി സർക്കുലേഷനിലേക്കും ആഡിക്വേറ്റ് ആയിട്ട് ബ്ലഡിനെ പമ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ഹാർട്ട് ഫെയിലിയർ. നമുക്കറിയാം ഹാർട്ടിന് 4 ചേമ്പേഴ്സ് ഉണ്ട് അല്ലെ? ഏതൊക്കെയാണ് ഹാർട്ടിന്റെ ചേമ്പേഴ്സ്? റൈറ്റ് ഏട്രിയ, ലെഫ്റ്റ് ഏട്രിയ, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ. അങ്ങനെ 4 ചേമ്പേഴ്സ് ആണ് ഹാർട്ടിനുള്ളത്. നമ്മൾ ഹാർട്ട് ഫെയിലിയർ പറയുമ്പോൾ അതിനെ കോമൺലി രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യാറ്. റൈറ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയർ ഓർ റൈറ്റ് വെൻട്രിക്കുലർ ഫെയിലിയർ. Next type is left side heart failure or left ventricular failure. അപ്പോൾ റൈറ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയറും ലെഫ്റ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയറും എക്സാമിന് ഇത് വെച്ചിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. അതായത് റൈറ്റ് വെൻട്രിക്കുലർ ഫെയിലിയർ ഓർ റൈറ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയറിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയർ ഓർ ലെഫ്റ്റ് വെൻട്രിക്കുലർ ഫെയിലിയറിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. നമുക്ക് ആദ്യം ആ സർക്കുലേഷൻ പാത്വേ ഒന്ന് നോക്കാം. നമ്മുടെ ഡിഫറെന്റ് ബോഡി പാർട്ടിന്ന് ഇൻഫീരിയർ വീനക്കാവയും സുപ്പീരിയർ വീനക്കാവയും ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ, വീനസ് ബ്ലഡിനെ റൈറ്റ് ആട്രിയത്തിലേക്ക് കൊണ്ടുവരുന്നു. റൈറ്റ് ആട്രിയത്തിലേക്ക് കൊണ്ടുവരുന്ന ആ ബ്ലഡ് നേരെ പോയി വീഴുന്നത് റൈറ്റ് വെൻട്രിക്കിളാണ്. റൈറ്റ് ആട്രിയം കൺട്രാക്ട് ചെയ്യുമ്പോൾ ആ ബ്ലഡ് പോയി വീഴുന്നത് റൈറ്റ് വെൻട്രിക്കിളാണ്. റൈറ്റ് വെൻട്രിക്കിളിലെ ആ ബ്ലഡ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണല്ലോ. അപ്പൊ അതിലേക്ക് ഇനി എന്ത് മിക്സ് ആവേണ്ടതുണ്ട്? ഓക്സിജൻ മിക്സ് ആവേണ്ടതുണ്ട്. ആ ഓക്സിജൻ മിക്സ് ആവാൻ വേണ്ടിയിട്ട് ആ ബ്ലഡ് നേരെ പോകുന്നത് പൾമണറി ആർട്ടറിയിലൂടെ ലങ്ങിലേക്കാണ്. പൾമണറി ആർട്ടറിയിലൂടെ ലങ്ങിലേക്ക് എത്തുന്നു. ലങ്ങിന്റെ അകത്തുനിന്ന് അത് ഗ്യാസ് എക്സ്ചേഞ്ച് കഴിഞ്ഞ് ഓക്സിജൻ റിസീവ് ചെയ്ത് അത് നേരെ വരുന്നത് ലെഫ്റ്റ് ഏട്രിയത്തിലേക്കാണ്. ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തുന്ന ആ ബ്ലഡ് അത് ആട്രിയൽ സിസ്റ്റോൾ നടക്കുമ്പോൾ നേരെ ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് എത്തുകയും ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കുലർ സിസ്റ്റോൾ ഉണ്ടാകുമ്പോൾ ആ ബ്ലഡ് അയോർട്ട വഴി ബോഡിയുടെ ഡിഫറെന്റ് ബോഡി പാർട്ടിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് സിസ്റ്റമിക് സർക്കുലേഷനും പൾമണറി സർക്കുലേഷനും നടക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും റൈറ്റ് വെൻട്രിക്കുലർ ഫെയിലിയറിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സും ലെഫ്റ്റ് വെൻട്രിക്കുലർ ഫെയിലിയറിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സും കുറച്ച് വ്യത്യാസങ്ങളുണ്ട്, കുറച്ച് ഡിഫറൻസുകളുണ്ട്. അത് തന്നെയാണ് എക്സാമിന് പ്രധാനമായിട്ടുള്ള ഫോക്കസ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴുള്ള റൈറ്റ് വെൻട്രിക്കുലർ ഫെയിലിയറും ലെഫ്റ്റ് വെൻട്രിക്കുലർ ഫെയിലിയറിന്റെയും ക്ലിനിക്കൽ ഫീച്ചേഴ്സിന്റെ വ്യത്യാസം നമ്മൾ നന്നായിട്ട് ഓർത്തു വെക്കേണ്ടതുണ്ട്. ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഹാർട്ട് ഫെയിലിയർ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് കാർഡിയോ മയോപ്പതിയാണ്. അതായത് ഹാർട്ടിന്റെ മസിൽസ് എൻലാർജ്ഡ് ആവുക, എന്നിട്ട് പ്രോപ്പർ ആയിട്ട് ആ ഹാർട്ടിന്റെ മസിൽസ്, വെൻട്രിക്കുലർ മസിൽസിന് പമ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അതാണ് ഒരു കാർഡിയോ മയോപ്പതി എന്ന് പറയുന്നത്. ഇതിനകത്ത് എക്സാമിന് ചോദിച്ചൊരു കോമൺ ആയിട്ടൊരു കാര്യം, കുട്ടികൾക്ക് കാണപ്പെടുന്ന കോമൺ കാർഡിയോ മയോപ്പതി ഏതാണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് കാണപ്പെടുന്ന ഏറ്റവും കോമൺ ആയിട്ട് കാർഡിയോ മയോപ്പതി ഡയലേറ്റഡ് കാർഡിയോ മയോപ്പതിയാണ്. ഇനി ബാക്കിയുള്ള റിസ്ക് ഫാക്ടേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ മയോകാർഡിയൽ ഇൻഫാക്ഷൻ സംഭവിച്ച് MI സംഭവിച്ച പേഷ്യൻസിന് ഒരു റിസ്ക് ഉണ്ട് ഹാർട്ട് ഫെയിലിയർ വരാൻ വേണ്ടിയിട്ട്. മറ്റൊരു പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് റുമാറ്റിക് ഹാർട്ട് ഡിസീസ് ഉള്ള ആളുകൾക്ക് റിസ്ക് ഫാക്ടർ ഉണ്ട്. മറ്റൊരു റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് കൺജനൈറ്റൽ ആയിട്ടുള്ള ഹാർട്ട് ഡിസീസ് ഉള്ള ആളുകൾക്ക് റിസ്ക് ഫാക്ടർ ഉണ്ട്. ഹൈപ്പർ ടെൻഷൻ മറ്റൊരു പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടറാണ്. റിസ്ക് ഫാക്ടേഴ്സ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറില്ലെങ്കിൽ കൂടിയിട്ടും ഈ പോയിന്റുകൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? നോട്ട് ചെയ്യേണ്ടതുണ്ട്. അതിന് ഓർത്ത് വെക്കേണ്ട പോയിന്റ്, കുട്ടികൾക്ക് കാണപ്പെടുന്ന കോമൺ കാർഡിയോ മയോപ്പതി ചോദിക്കാറുണ്ട്. ഡയലേറ്റഡ് കാർഡിയോ മയോപ്പതിയാണ് കുട്ടികൾക്ക് കോമൺലി കാണാറ്. ഇനി നമുക്ക് ഇതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സിന്റെ വ്യത്യാസം എന്താണെന്ന് നോക്കാം. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞു രണ്ടായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. റൈറ്റ് വെൻട്രിക്കുലർ ഫെയിലിയറും ലെഫ്റ്റ് വെൻട്രിക്കുലർ ഫെയിലിയറും. റൈറ്റ് വെൻട്രിക്കുലർ ഫെയിലിയറിന്റെ പ്രധാനപ്പെട്ട ക്ലിനിക്കൽ ഫീച്ചേഴ്സ്, റൈറ്റ് വെൻട്രിക്കിളിൽ ബ്ലഡ് പൂൾ ചെയ്ത് കിടക്കും, കെട്ടി കിടക്കും. റൈറ്റ് വെൻട്രിക്കിൾ ബ്ലഡ് പൂൾ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ടത്, ഈ ബ്ലഡ് എവിടെ നിന്ന് വരുന്ന ബ്ലഡ് ആണ്? റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് വരുന്ന ബ്ലഡ് ആണ്. റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് ബ്ലഡ് ആണ് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് എത്തുന്നത്. അപ്പൊ റൈറ്റ് വെൻട്രിക്കിൾ ബ്ലഡ് പൂൾ ആകുമ്പോൾ ആ പൂൾ ചെയ്യപ്പെടുന്ന ബ്ലഡിന്റെ പ്രഷർ എവിടെയും കൂടി ഉണ്ടാവും? റൈറ്റ് ഏട്രിയത്തിലും കൂടി ഉണ്ടാവും. അപ്പൊ റൈറ്റ് ഏട്രിയത്തിൽ പ്രഷർ കൂടും, വീനസ് ബ്ലഡിന്റെ പ്രഷർ കൂടും. നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ്, റൈറ്റ് ഏട്രിയത്തിൽ അല്ലെങ്കിൽ വീന കാവയില് നമ്മൾ മെഷർ ചെയ്യുന്ന ആ പ്രഷറിന് വിളിക്കുന്ന പേര് സെൻട്രൽ വീനസ് പ്രഷർ, CVP എന്ന് പറയും.
2 to 6 mm of HG ആണ് നോർമൽ CVP. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് റൈറ്റ് വെൻട്രിക്കിളിന് ബ്ലഡ് പമ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ ആ പ്രഷർ എവിടേക്ക് എക്സൈറ്റ് ചെയ്യപ്പെടും? റൈറ്റ് ആട്രിയത്തിലേക്ക് എക്സൈറ്റ് ചെയ്യപ്പെടും. റൈറ്റ് ആട്രിയത്തിലെ പ്രഷർ കൂടും. സ്വാഭാവികമായിട്ടും അത് കണക്ട് ചെയ്തിട്ടുള്ള വീനസ് സർക്കുലേഷന്റെ പ്രഷർ കൂടും. അപ്പോൾ നമ്മൾ സെൻട്രൽ വീനസ് പ്രഷർ മെഷർ ചെയ്യുമ്പോൾ റൈറ്റ് വെൻട്രിക്കുലർ ഫെയിലിയറിൽ CVP വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് റൈറ്റ് വെൻട്രിക്കുലർ ഫെയിലിയറിൽ സെൻട്രൽ വീനസ് പ്രഷർ കൂടുതലായിരിക്കും. കൂടുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് സെൻട്രൽ വീനസ് പ്രഷർ കൂടുമ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള വെയിൻസ് ഡയലേറ്റ് ആകാൻ തുടങ്ങും. നമുക്ക് കാണാൻ പറ്റും റൈറ്റ് വെൻട്രിക്കുലർ ഫെയിലിയർ ആളുകൾക്ക് ജുഗുലാർ വെയിൻ ഡിസ്റ്റൻഷൻ ഉണ്ടാവും. ജുഗുലാർ വെയിൻ ഡിസ്റ്റൻഷൻ വൺ ഓഫ് ദ ക്ലിനിക്കൽ ഫീച്ചർ കോമൺലി സീൻ ഇൻ റൈറ്റ് വെൻട്രിക്കുലർ ഫെയിലിയർ. അതേപോലെ തന്നെ നമ്മൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ പോർട്ടൽ സർക്കുലേഷൻ, അതായത് നമുക്കറിയാം ലിവറിലേക്ക് ന്യൂട്രിയൻസ് കൊണ്ടുവരുന്ന ഒരു സർക്കുലേഷൻ ആണ് പോർട്ടൽ സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഇൻഫീരിയർ ആൻഡ് സുപ്പീരിയർ മെസെൻട്രിക് വെയിൻ, സ്പ്ലീനിക് വെയിൻ തുടങ്ങിയുള്ള വെയിൻസ് ഒരുമിച്ച് കൂടിയിട്ട് അത് ലിവറിലേക്ക് എത്തുമ്പോൾ അവിടേക്കുള്ള സർക്കുലേഷൻ വിളിക്കുന്ന പേരാണ് പോർട്ടൽ സർക്കുലേഷൻ. സ്വാഭാവികമായിട്ട് നമ്മൾ വീനസ് പ്രഷർ കൂടുമ്പോൾ പോർട്ടൽ സർക്കുലേഷന്റെ പ്രഷർ കൂടുകയും അവിടെ പോർട്ടൽ ഹൈപ്പർടെൻഷൻ ഉണ്ടാവുകയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ലിവറിനും സ്പ്ലീനിനും ഒക്കെ ഡാമേജ് ഉണ്ടാവുകയും ചെയ്യും. ഹെപ്പറ്റോസ്പ്ലീനോ മെഗാലി കാണാം. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഇൻട്രാവാസ്കുലർ സ്പേസിൽ ഫ്ലൂയിഡിന്റെ അളവ് കൂടുതലാണ്. ഇൻട്രാവാസ്കുലർ സ്പേസ് എന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡ് വെസൽസിന്റെ അകത്ത് ഫ്ലൂയിഡ് കൂടുക. കാരണം ഈ ബ്ലഡ് വെസൽസിനകത്തുള്ള ഇതിനകത്തുള്ള ഫ്ലൂയിഡ് അത് പമ്പ് ചെയ്യപ്പെടുന്നില്ല റൈറ്റ് വെൻട്രിക്കുലർ ഫെയിലിയറിൽ. അതുകൊണ്ട് തന്നെ വീനസ് ഓവർലോഡ് ഉണ്ടാവുകയും ഇൻട്രാവാസ്കുലർ സ്പേസിൽ നിന്ന് ഫ്ലൂയിഡ് അടുത്ത കമ്പാർട്ട്മെന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുകയും നമുക്ക് പേഷ്യന്റിന് കാലിലൊക്കെ എഡിമ കാണുകയും ചെയ്യാം. ആ എഡിമക്ക് നമ്മൾ വിളിക്കുന്ന പേര് ഡിപ്പെൻഡന്റ് എഡിമ എന്ന് പറയും. കാരണം ഹാങ് ചെയ്യുമ്പോഴൊക്കെയാണ് കൂടുതൽ എഡിമ ഉണ്ടാവുക. എഡിമ കൂടുതൽ കാണാറ് ആംഗിളിലാണ്. ആംഗിൾ എഡിമയാണ് കാണാറ്. റീനൽ ഫെയിലിയർ നമ്മൾ കാണുന്ന എഡിമ അനസാർക്ക എന്ന് പറയും, ജനറലൈസ്ഡ് ബോഡി എഡിമ. എന്നാൽ വെൻട്രിക്കുലർ ഫെയിലിയർ അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലിയർ നമ്മൾ കോമൺലി കാണുന്നത് ലോവർ പാർട്ട് ഓഫ് ദ ബോഡി, അതായത് എക്സ്ട്രീമിറ്റീസ്, ലോവർ എക്സ്ട്രീമിറ്റീസിലാണ് എഡിമ കാണുക. അത് നോർമലി കാണുന്നത് പെഡൽ ഏരിയയിലായിരിക്കും. പെഡൽ എഡിമ ഉണ്ടാവും. അതിന് വിളിക്കുന്ന പേര്, മറ്റൊരു പേര് ഡിപ്പെൻഡന്റ് എഡിമ എന്ന് പറയും. ഓക്കെ, ഇനി നമ്മളിവിടെ ഓർത്തു വെക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് COPD ആയിട്ട് ബന്ധപ്പെട്ടിട്ട് റൈറ്റ് വെൻട്രിക്കുലർ ഫെയിലിയർ ഉണ്ടാവാറുണ്ട്. ആ COPD ആയിട്ട് ബന്ധപ്പെട്ട് റൈറ്റ് വെൻട്രിക്കുലർ ഫെയിലിയർ ഉണ്ടാവുക നമ്മൾ വിളിക്കുന്ന ടേം ആണ് കോർ പൾമണൈൽ എന്ന് പറയും. ഈ കോർ പൾമണൈൽ എന്നുള്ള വേർഡ് നമ്മൾ ഓർത്തു വെക്കണം. പൾമണൈൽ എന്ന് വെച്ചാൽ പൾമണറി ആണല്ലോ. അപ്പൊ എന്തുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു? അത് റൈറ്റ് വെൻട്രിക്കുലർ ഫെയിലിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് റെസ്പിറേറ്ററി പ്രോബ്ലം ഉള്ള ആളുകൾക്ക് റൈറ്റ് വെൻട്രിക്കുലർ ഫെയിലിയർ ഉണ്ടാവുന്നതിന് യൂസ് ചെയ്യുന്ന ടൈമാണ് കോർ പൾമണൈൽ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സ് ഇല്ലേ, അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് റൈറ്റ് വെൻട്രിക്കുലർ ഫെയിലിയറിന് സ്പെസിഫിക് ആയിട്ട് റിസ്ക് ഫാക്ടർ ആയിട്ട് എന്ത് പറയാം? കോർ പൾമണൈൽ എന്ന് പറയാം. കോർ പൾമണൈൽ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയോ? കോർ പൾമണൈൽ സംഭവിക്കുന്നത് COPD പോലെയുള്ള കണ്ടീഷൻസിൽ, എസ്പെഷ്യലി എംഫൈസീമ പോലെയുള്ള കണ്ടീഷൻസിൽ നമ്മുടെ ആൽവിയോളെ എൻലാർജ്ഡ് ആവുകയും അതിന്റെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ലോസ് ആവുകയും ചെയ്യും. നമുക്കറിയാം ഈ ഒരു ഏരിയയിൽ കൂടെയാണ് ലങ്, ഹാർട്ടിന്റെ സൈഡിലായിട്ട് ലങ് ഉണ്ട്. അപ്പൊ ഈ ഒരു വെസൽസ് ഒക്കെ പാസ് ചെയ്യുന്നത്, അതായത് പൾമണറി ആർട്ടറി ഒക്കെ പാസ് ചെയ്യുന്നത് ലങ്ങിലേക്കാണല്ലോ. അപ്പൊ ലങ്ങിന്റെ ആൽവിയോളെ ഓൾറെഡി ഡയലേറ്റ് ചെയ്ത് കിടക്കുകയാണെങ്കിൽ ഈ ആർട്ടറിന്റെ മുകളിൽ, പൾമണറി ആർട്ടറിന്റെ മുകളിൽ പ്രഷർ ക്രിയേറ്റ് ചെയ്യുകയും അങ്ങനെ പ്രഷർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ റൈറ്റ് വെൻട്രിക്കിൾ കൂടുതൽ ഫോഴ്സ് എടുക്കുകയും പമ്പ് ചെയ്യാൻ കൂടുതൽ ഫോഴ്സ് എടുക്കുകയും ചെയ്യും. അങ്ങനെ റൈറ്റ് വെൻട്രിക്കിൾ കുറെ കാലം അങ്ങനെ പമ്പ് ചെയ്യാൻ കൂടുതൽ ഫോഴ്സ് എടുത്താൽ കുറച്ച് കഴിയുമ്പോൾ റൈറ്റ് വെൻട്രിക്കിളിന് എന്ത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും? പമ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പൊ റൈറ്റ് വെൻട്രിക്കുലർ ഫെയിലിയർ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കോർ പൾമണൈൽ എന്ന് വെച്ചാൽ റൈറ്റ് വെൻട്രിക്കുലർ ഫെയിലിയർ ആണ്. ആർക്ക് കാണുന്ന റൈറ്റ് വെൻട്രിക്കുലർ ഫെയിലിയർ ആണ്? COPD പോലെയുള്ള കണ്ടീഷൻസിൽ കാണുന്ന റൈറ്റ് വെൻട്രിക്കുലർ ഫെയിലിയർ കോർ പൾമണൈൽ എന്ന് പറയും. അപ്പൊ ഞാൻ ടോപ്പിക്കിലെ ജസ്റ്റ് ഒന്ന് വരാം. നമ്മൾ പറഞ്ഞത് റൈറ്റ് വെൻട്രിക്കുലർ ഫെയിലിയറിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആയിരുന്നു. എന്തായിരുന്നു റൈറ്റ് വെൻട്രിക്കുലർ ഫെയിലിയറിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്? റൈറ്റ് വെൻട്രിക്കിളിൽ ബ്ലഡ് പൂൾ ചെയ്ത് കിടക്കുന്നു. റൈറ്റ് ആർട്ടറിയിൽ അതുകൊണ്ട് തന്നെ പ്രഷർ കൂടും. കാരണം റൈറ്റ് ആർട്ടറിയിലേക്ക് വരുന്ന ബ്ലഡിന് താഴോട്ട് പോകാൻ പറ്റില്ല. റൈറ്റ് ആർട്ടറിയിൽ ബ്ലഡിന്റെ അളവ് കൂടും, അവിടെ പ്രഷർ കൂടും. അങ്ങനെ ആ പ്രഷർ കൂടുന്ന സമയത്ത് നമ്മൾ അവിടുത്തെ പ്രഷർ മെഷർ ചെയ്യുമ്പോൾ, അതായത് റൈറ്റ് ആർട്ടറിയത്തിൽ അല്ലെങ്കിൽ വീനക്കാവയിൽ നമ്മൾ മെഷർ ചെയ്യുന്ന പ്രഷർ അത് സെൻട്രൽ വീനസ് പ്രഷർ ആണ്. ആ പ്രഷർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? പേഷ്യന്റിന് ബാക്കിയുള്ള കണക്ട് ചെയ്തിട്ടുള്ള വെയിൻസിന്റെ അകത്തൊക്കെ പ്രഷർ കൂടുകയും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട വെയിൻ ജുഗുലാർ വെയിൻ ആണ്. അത് ഡിസ്റ്റൻഡ് ആവുകയും ചെയ്യും. എക്സ്ട്രാ ജുഗുലാർ വെയിൻ ഡിസ്റ്റൻഡ് ആവും. ഇനി താഴോട്ട് പോകുമ്പോൾ പോർട്ടൽ സർക്കുലേഷൻ, ഞാൻ പറഞ്ഞു ഒരു പ്രധാനപ്പെട്ട വീനസ് സർക്കുലേഷൻ ആണ് പോർട്ടൽ സർക്കുലേഷൻ. ലിവറും സ്പ്ലീനും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ലിവറിനും സ്പ്ലീനും അവിടെ
ബ്ലഡ് അവിടെ പൂൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ വീനസ് ഡിസ്റ്റൻഷൻ ഉണ്ടാവുന്നതുകൊണ്ട് ആ ഓർഗൻസിന് ഡാമേജ് ഉണ്ടാവുകയും അതേപോലെ അപ്പറ്റോസ്പ്ലീനോമെഗാലി ഉണ്ടാവുകയും ചെയ്യും. ലോവർ ലെഗിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബോഡിയിലെ ലോവർ പാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എഡിമ കാണാറുണ്ട്. കോമൺലി പെഡൽ എഡിമയാണ്. ഇങ്ങനെയുള്ള പെരിഫറലി കാണുന്ന സിംറ്റംസ് ആണ് റൈറ്റ് വെൻട്രിക്കുലർ ഫെയിലിയറിന്റെ ക്ലിനിക്കൽ ഫീച്ചർ എങ്കിൽ ലെഫ്റ്റ് വെൻട്രിക്കുലർ ഫെയിലിയറിന്റെ ക്ലിനിക്കൽ ഫീച്ചർ എന്ന് പറയുന്നത് ലെഫ്റ്റ് വെൻട്രിക്കിൾ ഇവിടെ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് വരുന്ന ബ്ലഡിന് ഫുള്ളി ലെഫ്റ്റ് വെൻട്രിക്കിലേക്ക് വരാൻ പറ്റാത്ത അവസ്ഥ വരികയും ലെഫ്റ്റ് ആട്രിയം എന്തുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, പൾമണറി വെയിനുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. പൾമണറി വെയിൻ ആരുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്? ലങ്ങുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പം അവിടെയൊക്കെ ഫ്ലൂയിഡ് ഓവർലോഡ് ഉണ്ടാവുകയും ഈ പൾമണറി ഓവർലോഡ് ഉണ്ടാകുന്ന സമയത്ത് ആൽവിയോളയിലേക്ക് ഫ്ലൂയിഡ് ഷിഫ്റ്റ് ഉണ്ടാവുകയും ആൽവിയോളയിൽ എഡിമ ഉണ്ടാവുകയും ആ എഡിമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൾമണറി എഡിമ. അപ്പൊ ഓർത്തു വെക്കേണ്ട പോയിന്റ്, ലെഫ്റ്റ് വെൻട്രിക്കുലർ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് കൂടുതലും റിലേറ്റ് ചെയ്തിട്ടുള്ളത് റെസ്പിറേറ്ററി സിംറ്റംസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ആ സിംറ്റംസിന് ജനറലൈസ് ചെയ്ത് നമുക്ക് എന്ത് പറയാം? പൾമണറി സിംറ്റംസ് ഓർ പൾമണറി എഡിമയുടെ സിംറ്റംസ് എന്ന് പറയാം. എന്തൊക്കെയാണ് പൾമണറി എഡിമയുടെ സിംറ്റംസ്? സ്വാഭാവികമായിട്ട് പേഷ്യന്റ് ഡിസ്നി ഉണ്ടാവും. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ടാക്കിപ്നി ഉണ്ടാവും. ഹാർട്ട് റേറ്റ് കൂടുതലായിരിക്കും. സ്വെറ്റിംഗ് ഉണ്ടാവും. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ക്രാക്കിൾസ് ഓൺ ഓസ്കൾട്ടേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ് ക്രാക്കിൾസ് ഓൺ ഓസ്കൾട്ടേഷൻ. പൾമണറി എഡിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ ആണ് ക്രാക്കിൾസ് എന്ന് പറയുന്നത്. ക്രാക്കിൾസ് എന്ന് പറയുന്ന സൗണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു ബക്കറ്റിൽ വെള്ളം നിറച്ചു വെച്ചിട്ട് അതിലേക്ക് ഒരു പൈപ്പ് വെച്ചിട്ട് നമ്മൾ ബ്ലോ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് അവിടെ ബബ്ലിംഗ് സൗണ്ടുകൾ കേൾക്കാം. ഇതേപോലെ നോർമലി ആൽവിയോളയിൽ എയർ ആണ് ഫില്ല് ചെയ്ത്, എന്നാൽ ഈ പൾമണറി എഡിമയുള്ള ഈ ഒരു ആൽവിയോളയിൽ ഓൾറെഡി എന്ത് ഫില്ല് ചെയ്ത് കിടക്കുന്നുണ്ടാവും? ഫ്ലൂയിഡ് ഫില്ല് ചെയ്ത് കിടക്കുന്നുണ്ട്. അതിലേക്കാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ ഇന്റേണൽ ഗ്യാസ് എക്സ്ചേഞ്ച് ഫലമായിട്ട് എയർ പോകുന്നത്. അപ്പൊ എന്താ സംഭവിക്കുക? ആ വെള്ളത്തിലേക്ക് എയർ പാസ് ചെയ്യുമ്പോൾ ആ ബബ്ലിംഗ് സൗണ്ട് കേൾക്കാൻ പറ്റും. അതാണ് അവിടെ എന്തുണ്ടാവാനുള്ള കാരണം? ക്രാക്കിൾസ് ഉണ്ടാവാനുള്ള കാരണം. ഓർത്ത് വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ലെഫ്റ്റ് വെൻട്രിക്കുലർ ഫെയിലിയറിന് പൾമണറി എഡിമ ഉണ്ടാവും. പൾമണറി എഡിമ ഉള്ള ആളുകൾക്ക് നമ്മൾ ഓസ്കൾട്ടേറ്റ് ചെയ്യുമ്പോൾ കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൗണ്ട് ആണ് ക്രാക്കിൾസ്. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഫ്രോത്തി സ്പ്യൂട്ടം ഉണ്ടാവും. അതേപോലെ ബ്ലഡ് ടിങ്ഡ് ആയിരിക്കും. അതിനകത്ത് ബ്ലഡിന്റെ സ്പോട്സ് കാണാൻ പറ്റും നമുക്ക് ലെഫ്റ്റ് വെൻട്രിക്കുലർ ഫെയിലിയർ പൾമണറി എഡിമയില്. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഓർത്തോപ്നിയ എന്ന് പറയുന്ന പോയിന്റ് ആണ്. ഓർത്തോപ്നിയ എന്താണ്? പലപ്പോഴും അതിന്റെ ഡെഫിനിഷൻ പലരും തെറ്റിക്കാറുണ്ട്. എന്താ ഓർത്തോപ്നിയ? ഓർത്തോപ്നിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാർട്ട് ഫെയിലിയർ ഉള്ള പേഷ്യൻസിന് അവർക്ക് സുപ്പൈൻ പൊസിഷനിൽ തീരെ കിടക്കാൻ പറ്റില്ല. സുപ്പൈൻ പൊസിഷനിൽ കിടക്കുമ്പോഴേക്ക് അവർക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി അനുഭവപ്പെടും. എന്നാൽ ഹെഡ് എലിവേറ്റ് ചെയ്താലോ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി എന്ത് ചെയ്യുകയും ചെയ്യും? കുറയുകയും ചെയ്യും. ഇതിനെ വിളിക്കുന്ന പേരാണ് ഓർത്തോപ്നിയ. പേഷ്യന്റ് ഹാവ് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഇൻ സുപ്പൈൻ പൊസിഷൻ. എലിവേറ്റ് ചെയ്യുന്ന സമയത്ത് പേഷ്യന്റ് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി കുറയും. അതിനെ വിളിക്കുന്ന പേരാണ് ഓർത്തോപ്നിയ എന്ന് പറയുന്നത്. അപ്പം ലെഫ്റ്റ് വെൻട്രിക്കുലർ ഫെയിലിയർ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഓർത്തോപ്നിയ കാണാൻ പറ്റും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് റൈറ്റ് വെൻട്രിക്കുലർ ഫെയിലിയർ, ലെഫ്റ്റ് വെൻട്രിക്കുലർ ഫെയിലിയർ. റൈറ്റ് വെൻട്രിക്കുലർ ഫെയിലിയറിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പെരിഫറൽ സിംറ്റംസ് ആണ് കൂടുതൽ. നമുക്ക് പെരിഫറലി വിസിബിൾ ആവുന്ന കുറെ സിംറ്റംസ് കൂടുതലാണെങ്കിൽ ലെഫ്റ്റ് വെൻട്രിക്കുലർ ഫെയിലിയറിൽ കൂടുതൽ സിംറ്റംസ് നമ്മൾ കാണുന്നത് പൾമണറി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് പൾമണറി എഡിമ തന്നെയാണ്. മനസ്സിലായോ? അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലിനിക്കൽ ഫീച്ചേഴ്സിൽ ക്രാക്കിൾസ്, ഓർത്തോപ്നിയ ഒക്കെ നമ്മൾ നന്നായിട്ട് ഓർത്തു വെക്കേണ്ടതുണ്ട്. ഇനി എങ്ങനെയാണ് നമ്മൾ ഇത് ഡയഗ്നോസ് ചെയ്യുന്നതാണ്? ഹാർട്ട് ഫെയിലിയർ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു പ്രധാനമായിട്ട് ചെയ്യാൻ പറ്റുന്നത് എക്കോ കാർഡിയോഗ്രാം ആണ്. എക്കോ കാർഡിയോഗ്രാമിന്റെ അത് ഇജക്ഷൻ ഫ്രാക്ഷൻ ലെസ് ദാൻ 50% ആണെങ്കിൽ, ഇജക്ഷൻ ഫ്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഹാർട്ട് വെൻട്രിക്കിൾസിലേക്ക് എത്തിയ ബ്ലഡ് എത്രമാത്രം അതിന് പമ്പ് ചെയ്യാൻ പറ്റും എന്ന് നോക്കുന്നതാണ് ഇജക്ഷൻ ഫ്രാക്ഷൻ. ആ ഇജക്ഷൻ ഫ്രാക്ഷൻ 50% താഴെയാണ് പമ്പ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ നമുക്ക് പേഷ്യന്റിന് ഹാർട്ട് ഫെയിലിയർ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ആ പോയിന്റ് ഒന്ന് ഓർത്തു വെക്കണം. ഹാർട്ട് ഫെയിലിയർ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ എക്കോ കാർഡിയോഗ്രാം ചെയ്യുന്നുള്ള പോയിന്റ് ഓർത്തു വെക്കുക. ലെസ് ദാൻ 50% ആയിരിക്കും ഇജക്ഷൻ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഇതിന്റെ മാനേജ്മെന്റ് ആണ്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് സിംറ്റമാറ്റിക് ആയിട്ട് എന്താണ് പേഷ്യന്റ് സിംറ്റംസ് കാണിക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ മാനേജ്മെന്റ് വേണ്ടത്. എന്തായാലും ഹെഡ് എന്ത് ചെയ്യണം? നമ്മൾ എലിവേറ്റ് ചെയ്യേണ്ടതുണ്ട്, ഓക്സിജൻ കൊടുക്കേണ്ടി വരും. അതേപോലെ തന്നെ വോളിയം ഓവർലോഡ് ഉള്ളതുകൊണ്ട് ലാസിക്സ് പോലെയുള്ള ഡയൂററ്റിക്സ് കൊടുക്കേണ്ടി വരും. മറ്റൊന്ന് ഹാർട്ടിന്റെ പമ്പിംഗ് ഇഫക്റ്റീവ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഡ്രഗ് ആണ് ഡിജോക്സിൻ എന്ന് പറയുന്ന ഡ്രഗ്. ഡിജോക്സിൻ കേട്ടിട്ടുണ്ടാവും. ഡിജോക്സിന്റെ മറ്റൊരു പേരാണ് ലാനോക്സിൻ എന്ന് പറയുന്നത്. ഡിജോക്സിൻ എന്ന് പറയുന്ന ഡ്രഗ്
കാർഡിയാക് ഗ്ലൈക്കോസൈഡ് എന്നറിയപ്പെടുന്നു. കാർഡിയാക് ഗ്ലൈക്കോസൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻട്രിക്കുലർ കൺട്രാക്ഷൻ കൂട്ടും, വെൻട്രിക്കുലർ കൺട്രാക്ഷന്റെ പവർ കൂട്ടും. പക്ഷെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ ഡിജോക്സിന്റെ ഹാർട്ട് റേറ്റ് കുറയ്ക്കും എന്നുള്ളതാണ്. ഡിജോക്സിൻ എന്ത് കുറയ്ക്കും? ഹാർട്ട് റേറ്റ് കുറയ്ക്കുന്നത്. അപ്പം ഡിജോക്സിൻ കൊടുക്കുമ്പോൾ എന്ത് മോണിറ്റർ ചെയ്യണം നമ്മളോട് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, അതൊരു പോയിന്റ് ആണ്. അപ്പൊ എന്താ മോണിറ്റർ ചെയ്യേണ്ടത്? ഹാർട്ട് റേറ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി നമ്മൾ ഡിജോക്സിൻ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡിജോക്സിന്റെ തെറാപ്യൂട്ടിക് ലെവൽ നമ്മൾ വാച്ച് ചെയ്യേണ്ടതുണ്ട്. ഡിജോക്സിന്റെ തെറാപ്യൂട്ടിക് ലെവൽ 2 മില്ലി ഇക്വലന്റ് പെർ ലിറ്ററിനേക്കാളും കൂടുകയാണെങ്കിൽ നമ്മൾ മസ്റ്റ് ആയിട്ട് ഡിജോക്സിൻ ടോക്സിസിറ്റി സസ്പെക്ട് ചെയ്യേണ്ടതുണ്ട്. ഡിജോക്സിൻ ടോക്സിസിറ്റി എന്ന് പറയുന്നത് അതിന്റെ പ്രധാനപ്പെട്ട ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ഹാർട്ട് റേറ്റ് കുറയാനുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് റിവേഴ്സ് ടിക്ക് മാർക്ക് ഇൻ ഇസിജി എന്ന് പറയും. റിവേഴ്സ് ടിക്ക് മാർക്ക് ഇൻ ഇസിജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി നമ്മൾ കാണുന്ന ഇസിജി ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക അല്ലെ. റിവേഴ്സ് ടിക്ക് മാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടി സെഗ്മെന്റ് എസ് ടി സെഗ്മെന്റ് ഇങ്ങനെയുള്ള എസ് ടി സെഗ്മെന്റ് അത് നേരെ താഴോട്ട് വന്നിട്ട് ഇങ്ങനെയാണ് ഉണ്ടാവുക. അതായത് ശരിക്കും എസ് ടി ഡിപ്രഷൻ ആണ് ഉണ്ടാവുക. അതിന് റിവേഴ്സ് ടിക്ക് മാർക്ക് സൈൻ എന്ന് പറയുന്നത്, റിവേഴ്സ് ടിക്ക് മാർക്ക് സൈൻ എന്ന് പറയും. അപ്പൊ ഓർത്ത് വെക്കേണ്ടത് ഡിജോക്സിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡിജോക്സിന്റെ തെറാപ്യൂട്ടിക് ലെവൽ അതുപോലെ തന്നെയുള്ള അതിന്റെ ടോക്സിറ്റി ലെവലൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് എക്സാമിന് വേണ്ടിയിട്ട്. അപ്പം ഓർത്ത് വെക്കേണ്ട പോയിന്റ് ഹാർട്ട് ഫെയിലിയർ ആളുകൾ നമ്മൾ കോമൺലി കൊടുക്കുന്ന ഒരു ഡ്രഗ് ആണ് ഡിജോക്സിൻ എന്ന് പറയുന്നത്. ഡിജോക്സിൻ ടോക്സിക് ലെവൽ 2 മില്ലി ഇക്വലന്റ് പെർ ലിറ്ററിനെക്കാട്ടും കൂടിക്കഴിഞ്ഞാൽ അത് ടോക്സിറ്റിയിലേക്ക് പോകും. അപ്പോൾ ഓർത്ത് വെക്കേണ്ട പോയിന്റ് ആ ടോക്സിറ്റിന്റെ സൈനിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹാർട്ട് റേറ്റ് കുറയും, അതേപോലെ റിവേഴ്സ് ടിക്ക് മാർക്ക് സൈൻ കാണാമെന്നുള്ളതാണ്. മറ്റൊന്ന് നമ്മൾ ഗ്രീനിഷ് യെല്ലോ ആയിട്ടുള്ള വിഷൻ കാണാമെന്നുള്ളതാണ്. നമ്മുടെ ഹാലോസ് കാണും കണ്ണിന് ചുറ്റുമായിട്ട്. ആ ഹാലോസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഡിജോക്സിൻ ടോക്സിറ്റിന്റെ ഒരു പ്രധാനപ്പെട്ട സൈൻ ആണ് ഹാലോസ് അറൗണ്ട് ദ ലൈറ്റ് കാണുന്നത്. ഇനി ഡിജോക്സിൻ ടോക്സിറ്റിന്റെ ആന്റിഡോട്ട് എന്താണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വളരെ സിമ്പിൾ ആണ്. ഡിജോക്സിൻ ടോക്സിറ്റിന്റെ ആന്റിഡോട്ട് എന്ന് പറയുന്നത് ഡിജി ബൈൻഡ് ആണ്. അതിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡിജോക്സിൻ ഇമ്മ്യൂൺ ഫാബ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഡ്രഗിന്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡ്രഗ് ആണ് ഡിജോക്സിൻ എന്ന് പറയുന്നത്. ഡിജോക്സിന്റെ തെറാപ്യൂട്ടിക് ലെവൽ എന്ന് പറയുന്നത് 0.6 to 1.2 മില്ലി ഇക്വലന്റ് പെർ ലിറ്റർ ആണ്. 2 മില്ലി ഇക്വലന്റിനെക്കാട്ടിലൊക്കെ കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ 1.2 കൂടിക്കഴിഞ്ഞാൽ നോർമലി 2 മില്ലി ഇക്വലന്റ് കൂടിക്കഴിഞ്ഞാൽ ഡിജോക്സിൻ ടോക്സിറ്റി നമുക്ക് സസ്പെക്ട് ചെയ്യാൻ പറ്റും. ഡിജോക്സിൻ ടോക്സിറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലിനിക്കൽ ഫീച്ചർ ഹാർട്ട് റേറ്റ് കുറയാന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ക്ലിനിക്കൽ ഫീച്ചർ ഇസിജിന്റെ അകത്ത് നമുക്ക് റിവേഴ്സ് ടിക്ക് മാർക്ക് സൈൻ കാണാൻ ഞാൻ ഇപ്പോൾ വരച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ മറ്റൊരു പോയിന്റ് ഓർത്തു വെക്കേണ്ടത് ഹാലോ അറൗണ്ട് ദ ലൈറ്റ് കാണാം എന്നുള്ളതാണ്. ഗ്രീനിഷ് യെല്ലോ സർക്കിൾസ് അറൗണ്ട് ദ ലൈറ്റ് കാണാം. ആ പോയിന്റ് ഓർത്തു വെക്കുക. ഹാലോ വിഷൻ ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ ഓർത്തു വെക്കേണ്ടത് അതിന്റെ ആന്റിഡോട്ട് ആണ്. ഡിജോക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആന്റിഡോട്ട് എന്ന് പറയുന്നത് ഡിജി ബൈൻ, അതിന്റെ മറ്റൊരു പേര് ഡിജോക്സിൻ ഇമ്മ്യൂൺ ഫാബ്. ആ പോയിന്റ് ഓർത്തു വെക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഹാർട്ട് ഫെയിലിയർ ഉള്ള ആളുകൾക്ക് ബ്ലഡ് ക്ലോട്ട്സ് ഫോം ചെയ്യാനുള്ള ചാൻസ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കാരണം ബ്ലഡ് കെട്ടി നിൽക്കുകയാണ് ചെയ്യുന്നത്. കെട്ടി നിൽക്കുന്ന ബ്ലഡിന്റെ അകത്ത് ക്ലോട്ട്സ് ഫോം ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഹാർട്ട് ഫെയിലിയർ ഉള്ള ആളുകൾക്ക് ത്രോംബസ് ഫോം ചെയ്യും. അത് മൂവിംഗ് ക്ലോട്ട് ആയിട്ടുള്ള എംബോളി ആയിട്ട് മാറുകയും പൾമണറി എംബോളിസവും സെറിബ്രൽ എംബോളിസവും പോലെയുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവർക്ക് നമ്മൾ ആന്റി കൊയാഗുലന്റ് ആയിട്ടുള്ള വാർഫാരിൻ തെറാപ്പി കൊടുക്കേണ്ടതുണ്ട്. മനസ്സിലായോ? അപ്പൊ ഈ ഡ്രഗിന്റെ ആദ്യം 2 കോമൺ ഡ്രഗുകളാണ് ഓർത്തു വെക്കേണ്ടത്. ഒന്ന് ഡിജോക്സിൻ എന്ന് പറയുന്ന ഡ്രഗ്, മറ്റൊരു ഡ്രഗ് വാർഫാരിൻ എന്ന് പറയുന്ന ഡ്രഗ്. വാർഫാരിൻ കൊടുക്കാനുള്ള കാരണം ടു പ്രിവെന്റ് സ്ട്രോക്ക് ഓർ പൾമണറി എംബോളിസം ആണ്. ഇപ്പൊ ആന്റി കൊയാഗുലന്റ് കൊടുക്കേണ്ടതുള്ള പോയിന്റ് ഓർത്തു വെക്കുക. മറ്റൊരു പോയിന്റ് ഡിജോക്സിനുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തു വെക്കേണ്ടത് നമ്മൾ ഡിജോക്സിൻ എടുക്കുന്ന ആളുകളെ ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യേണ്ടതുണ്ട്. ബിലോ 60 ആണ് അപ്പിക്കൽ ഹാർട്ട് റേറ്റ് എങ്കിൽ, അപ്പെക്സിലുള്ള ഹാർട്ട് റേറ്റ് എങ്കിൽ നമ്മൾ ആ ഡിജോക്സിൻ എന്ന് പറയുന്ന ഡ്രഗ് ഹോൾഡ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ബിലോ 60 ആണ് ഹാർട്ട് റേറ്റ്, നമ്മൾ എന്ത് ഹോൾഡ് ചെയ്യണം? ഡിജോക്സിൻ ഹോൾഡ് ചെയ്യേണ്ടതുണ്ട്. ഇത്രയാണ് പ്രധാനപ്പെട്ട പോയിന്റുകൾ. പിന്നെ എക്സാമിന് ചോദിച്ച മറ്റൊരു പോയിന്റ് ഹൈപ്പോകലീമിയ ഡിജോക്സിൻ ടോക്സിറ്റി ഇൻക്രീസ് ചെയ്യുന്ന പോയിന്റ് അത് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ പൊട്ടാസ്യം മോണിറ്റർ ചെയ്യേണ്ടതുണ്ട്. അപ്പം ഹൈപ്പോകലീമിയ ഇൻക്രീസസ് ദ ചാൻസ് ഓഫ് ഡിജോക്സിൻ ടോക്സിറ്റി എന്നുള്ളൊരു പോയിന്റ് കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഓർത്ത് വെക്കേണ്ടതുണ്ട്. നെയ്സിൻ ഡയഗ്നോസ് ഓഫ് ഹാർട്ട് ഫെയിലിയർ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട്. എക്സസ് ഫ്ലൂയിഡ് വോളിയം ഒരു പ്രധാനപ്പെട്ട നെയ്സിൻ ഡയഗ്നോസ് ആണ്. പിന്നെ ആക്ടിവിറ്റി ഇൻടോളറൻസ് മറ്റൊരു പ്രധാനപ്പെട്ട നെയ്സിൻ ഡയഗ്നോസ് ആണ്. നെയ്സിൻ ഡയഗ്നോസ് കോമഡി രണ്ടെണ്ണം ഓർത്ത് വെക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എക്സസ് ഫ്ലൂയിഡ് വോളിയം എക്സസും ആക്ടിവിറ്റി ഇൻടോളറൻസ്. കാരണം അവർക്ക് അവരുടെ ഡെയിലി ഫിസിക്കൽ ആക്ടിവിറ്റീസ് പോലും സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യുന്നത്. നോട്ട്സ് നമ്മൾ ഓൾറെഡി
അത് പവർ പോയിന്റ് ആയിട്ട് പ്രസന്റ് ചെയ്യും. ഇത് നിങ്ങൾക്കൊരു ഡെമോ പോലെ ഞാൻ എടുത്തു തന്നതാണ്. ഈ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും അത് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. താങ്ക് യു ഫോർ വാച്ചിങ്.